പഞ്ചാരക്കുളിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ നരഭോജിക്കടുവയെ ചത്ത നിലയിലാണ് കണ്ടെത്തിയത്. തിരച്ചിലിനിറങ്ങിയ ദൗത്യ സംഘമാണ് പിലാക്കാവിനോട് ചേർന്ന് കടുവയുടെ ജഡം കണ്ടെത്തിയത്. രാധയെ കൊലപ്പെടുത്തിയ നരഭോജിക്കടുവ തന്നെയാണ് ചത്തത് എന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ സ്ഥിരീകരിച്ചു. ഇത് ഇവിടെ വെച്ച് നിർത്താൻ വനം വകുപ്പ് ആലോചിക്കുന്നില്ല. വയനാട് ജില്ലയിൽ തന്നെ ചില കേന്ദ്രങ്ങളിൽ 3-4 കേന്ദ്രങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളെ ഇന്നും നാളെയുമായി ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ സ്കീം നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശം ഒരു ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിക്കുകയും അതിനുവെച്ച ക്രമീകരണങ്ങൾ ഉടനെ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണ കാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് CCF KS ദീപ മാധ്യമങ്ങളോട് പറഞ്ഞു. പുലർച്ചെ ഏകദേശം ഒരു 12:30 ഈ ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ ടൈഗറിൻ്റെ ഒരു പ്രസൻസ് അറിയിച്ചിരുന്നു. അപ്പോൾ അതോടുകൂടി ടീമെല്ലാം വനംവകുപ്പിൻ്റെ ടീം ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ടീമെല്ലാം ഇവിടെ രാത്രി തന്നെ പാട്രോളിങ്ങും പരാമ്പുലേഷനും നടത്തിയിരുന്നു. ഒരു 2:30 ടൈഗർ സ്പോട്ട് ചെയ്തിരുന്നു. ഒരു അറ്റംപ്റ്റ് നമ്മൾ ട്രാങ്കുലൈസേഷൻ്റെ നടത്തിയിരുന്നു. അത് പിന്നെ നമുക്ക് ഇത് പിന്നീട് അങ്ങ് ഓടിപ്പോവുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ പരാമ്പുലേഷൻ ഈ നേരം വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ഒരു നേരമായപ്പോൾ അതിനെ ഫൗണ്ട് ഡെഡാണ്. അപ്പോൾ ബോഡീസിൽ ചെറിയ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പം എല്ലാവരും കണ്ടതാണല്ലോ. അപ്പം അതിൻ്റെ മാർക്കും എല്ലാ ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സ് നോക്കി. ഇനി പോസ്റ്റ്മോർട്ടം ചെയ്താലേ നമുക്ക് കൂടുതൽ ഇതിൻ്റെ വിവരങ്ങൾ അറിയാനുള്ളൂ. കടുവയെ വെടിവെച്ചിട്ടില്ലെന്നും പുലർച്ചെ 2 വരെ കടുവയെ ലൊക്കേറ്റ് ചെയ്ത് വരികയായിരുന്നു എന്നും ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ അരുൺ സക്രിയയും പറഞ്ഞു. ഇഞ്ചുറി ആയിട്ട് വന്നതായിരിക്കാം. അത് കോസ് ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫൈറ്റ് വൂണ്ടാണ്. ഇൻഫൈറ്റ് വൂണ്ട് കൊണ്ടാണ് കോസ് ഓഫ് ഡെത്ത്. അത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. നമ്മൾ കംപ്ലീറ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മൾ ഓഫീസുണ്ട്, വെറ്റനറി ഹോസ്പിറ്റൽ ഉണ്ട്. അല്ല കുപ്പാടിയിലേക്ക് ഫോറസ്റ്റ് വെറ്റനറി ഓഫീസുണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യും, ഡീറ്റെയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. അപ്പോഴാണ് നമുക്ക് റിയൽ കോസ് ഓഫ് ഡെത്ത് നമുക്ക് അറിയാൻ പറ്റും. കടുവ ദൗത്യത്തിൽ പങ്കാളികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും മാധ്യമങ്ങൾക്കും നാട്ടുകാർ അഭിനന്ദനം അറിയിച്ചു. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ സമരത്തിന്റെ മുന്നിൽ നിന്ന നാട്ടുകാർക്ക് അഭിവാദ്യങ്ങൾ മാധ്യമങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ പോലീസിനും അഭിവാദ്യങ്ങൾ ഫോറസ്റ്റിനും അഭിവാദ്യങ്ങൾ. പോസ്റ്റ്മോർട്ടത്തിനായി കടുവയെ കുപ്പാടിയിലെ വനം വകുപ്പിന്റെ ഓഫീസ് കോംപ്ലക്സിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കുപ്പാടിയിൽ നിന്ന് ആഷിഖ് റഹ്മാനും ഒപ്പം രതീഷ് വാസുദേവനും ചേർന്നുണ്ട്. ആദ്യം രതീഷ് വാസുദേവനിലേക്ക്. രതീഷ്, കഴിഞ്ഞ 4 ദിവസമായി ഒരു ജനതയുടെ മുഴുവൻ ഉറക്കം കെടുത്തിയ നരഭോജി കടുവയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ CCF പറഞ്ഞ പോലെ വെളുപ്പിന് 2 മണി മുതൽ അതിനെ സ്പോട്ട് ചെയ്യുന്നു. പിന്നീട് അതിനെ വെടിവെക്കാനുള്ള നീക്കങ്ങളൊക്കെ നടന്ന് വരികയായിരുന്നു. അതിനിടയിലാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക്. സേതുലക്ഷ്മി, തീർച്ചയായും സേതുലക്ഷ്മി കേൾക്കാമോ? കേൾക്കാൻ പ്രതീക്ഷ പറഞ്ഞോളൂ. സേതുലക്ഷ്മി, ഞാനിൽ നിൽക്കുന്ന സ്ഥലം ആണ് ഏറാട്ട് ഭാഗം, പിലാക്കാവ്. ഈ ഭാഗത്താണ് രാവിലെ 7:30 വനംവകുപ്പിന്റെ പ്രത്യേക ദൗത്യസംഘം ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടത്. ഇതിനുള്ളിൽ വനഭാഗത്തു നിന്നാണ് ദൗത്യസംഘം അത് കണ്ടെത്തിയത്. ആ ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ ഇരുവശവും വനഭാഗമാണ്. ഇവിടെ ഗോത്രവിഭാഗത്തിൽ ആളുകൾ താമസിക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഈ ഭാഗത്താണ് ഇന്നലെ രാത്രി 2:30 കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചത്. വനംവകുപ്പ് ദൗത്യസംഘം ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തിരുന്നു.
എന്നാൽ 2:30-ക്ക് ശേഷം കടുവയെ കണ്ടിരുന്നില്ല. പിന്നീട് പുലർച്ചെ ഈ ദൗത്യസംഘത്തിൻ്റെ തെരച്ചിലിനിടയിലാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയതെന്നാണ് CCF MK ദീപ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. എന്തായാലും കടുവ ചത്ത നിലയിൽ കണ്ട കടുവയെ പിന്നീട് ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ച ശേഷം പ്രാഥമികമായ വിലയിരുത്തലിൽ അതിന് വലിയ മുറിവുകൾ ഉണ്ടായിരുന്നു കടുവയ്ക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ തരത്തിലാണ് അവർ വിലയിരുത്തിയത്. എന്തായാലും അത് വിശദമായ പരിശോധന പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടന്നാൽ മാത്രമേ എന്താണ് ഈ മരണകാരണം എന്ന് കടുവയ്ക്ക് സംഭവിച്ചതെന്ന് മനസ്സിലാവുള്ളൂ. എന്തായാലും കടുവയെ വെടിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിനു മുമ്പ് തന്നെ കടുവയെ ചത്ത നിലയിൽ ദൗത്യസംഘം കണ്ടെത്തുകയായിരുന്നു. ഈ നരഭോജി കടുവയെ വെടിവെക്കാനുള്ള അല്ലെങ്കിൽ അങ്ങനെ തന്നെ കൊലപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ തരത്തിലും ദൗത്യസംഘം തയ്യാറായിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പിലാക്കാവ് വനമേഖലയിൽ നിന്ന് തറാട്ട് ഭാഗത്തു നിന്ന് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും 4 ദിവസം ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്ന അല്ലെങ്കിൽ ഭീതിയോടെ കാത്തിരുന്ന പഞ്ചാരക്കൊല്ലി പ്രിയദർശിനി നിവാസികൾക്ക് വലിയ സന്തോഷമാണ്, വലിയ ആഹ്ലാദമാണ്. അതവർ തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകർക്കും ആളുകൾക്കും എല്ലാവർക്കും പൂർണ്ണമായും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവർ ഇന്ന് പഞ്ചാരക്കൊല്ലിയിൽ ഈ വിവരം അറിഞ്ഞത് ആഘോഷിച്ചത്. പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് അവർ അത് ആഘോഷിച്ചത്. അവരുടെ ഉറക്കം കളഞ്ഞൊരു നരഭോജി കടുവയാണ് ഈ ചത്ത നിലയിൽ കണ്ടെത്തിയത്. എത്ര പ്രതിഷേധങ്ങൾ, നമ്മൾ ഇന്നലെ ഒരു ദിവസം മുഴുവൻ പ്രതിഷേധങ്ങളുടെ ദിനമായിരുന്നു, ഇന്നലെയും കഴിഞ്ഞ ദിവസവും ഒക്കെ. അപ്പോൾ അതിനുശേഷം ഇന്ന് തീർച്ചയായും അവർ സന്തോഷിക്കേണ്ട ദിവസം തന്നെയാണ്. ആ ഒരു സന്തോഷം അവർ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. രതീഷ്, ഈ കടുവയെ ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് ജനവാസ മേഖലയുമായി ചേർന്നിരിക്കുന്ന ഏതെങ്കിലും പ്രദേശത്താണോ ചത്ത നിലയിൽ കണ്ടെത്തിയത്? തീർച്ചയായും ഇവിടെ ഗോത്രവിഭാഗത്തിലെ ആളുകൾ കുടിൽകെട്ടിയ സമരം ഉൾപ്പെടെ നടത്തുന്ന ഒരിടമാണിത്. നമ്മുടെ മുമ്പിൽ തന്നെ അതിൻ്റെ വീടുകളൊക്കെ കാണാം. മാത്രമല്ല ഇതിൻ്റെ തൊട്ടടുത്ത് ജനവാസ കേന്ദ്രമുണ്ട്. അത്തരത്തിൽ ജനവാസ കേന്ദ്രത്തോട് ചേർന്ന വനാതിർത്തിയിലെ ഈ ഒരു അടിക്കാടുകൾ നിറഞ്ഞ ചെറു വനഭാഗമുണ്ട്. ഇവിടെയാണ് കടുവയെ ഈ ദൗത്യസംഘം രാവിലെ പരിശോധനയ്ക്കിടയിൽ കണ്ടെത്തിയത്. അത്തരത്തിൽ ഇപ്പോഴും ആ പരിശോധനയ്ക്ക് പോയിട്ടുള്ള ദൗത്യസംഘം ഈ മേഖലയിലൊക്കെ വിവിധ ഭാഗങ്ങളായി 80ഓളം അംഗങ്ങളുള്ള ഒരു സംഘത്തെയാണ് ക്രമീകരിച്ചിരുന്നത്. അവർ തിരിച്ച് ഈ പട്രോളിംഗ് പരിശോധന പൂർത്തിയാക്കി ദൗത്യസംഘം പരിശോധന പൂർത്തിയാക്കി തിരിച്ചു പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാം. ഈ ഭാഗത്ത് വെച്ചാണ്, എറാട്ട് ഭാഗത്ത് വെച്ചാണ് കടുവയെ, ഇതിൻ്റെ ഒരു 50 മീറ്റർ അകലെ വനഭാഗത്ത് വെച്ചാണ് കടുവയെ ചത്ത നിലയിൽ ഇന്ന് രാവിലെ ദൗത്യസംഘം കണ്ടെത്തിയത്. ഈ ഭാഗത്ത് ഉണ്ട് എന്ന് ഇന്നലെ രാത്രി വളരെ വൈകി തന്നെ ദൗത്യസംഘം തിരിച്ചറിയുകയും ഈ ഭാഗത്ത് ക്യാമ്പ് ചെയ്യുകയും ചെയ്തിരുന്നു. വളരെ ശ്രദ്ധയോടെ തന്നെയാണ് കാത്തിരുന്നത്. പിന്നീട് 2:30യോടുകൂടി ദൗത്യസംഘത്തിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ നിന്ന് കടുവ മറയുകയായിരുന്നു. പിന്നീട് പുലർച്ചെ നടത്തിയ തെരച്ചിലാണ് 7:30യോടെ ഇതിനെ വ്യക്തമായി കാണുകയും ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും ദൗത്യസംഘത്തിൻ്റെ ശ്രമകരമായ പരിശോധന, ക്ഷമാപൂർവ്വമുള്ള കാത്തിരിപ്പൊക്കെ തന്നെ കടുവയെ കണ്ടെത്താനും ഒടുവിൽ ചത്ത നിലയിൽ അതിനെ കണ്ടെത്തി ആ കടുവ തന്നെ നരഭോജി കടുവയാണെന്ന് തന്നെ സ്ഥിരീകരിക്കാനും കഴിഞ്ഞു. ഈ ദൗത്യസംഘത്തിലെ ജിയോളജിസ്റ്റ് വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ അവർ നേരത്തെ ക്യാമറ ട്രാപ്പുകളിൽ കണ്ടെത്തിയ കടുവയുടെ അതേ മാർക്കുകൾ, അതേ അടയാളങ്ങൾ ഇതിലുണ്ട്, ഈ കടുവയുടെ ദേഹത്തുണ്ട്. അങ്ങനെയാണ് ഈ നരഭോജി കടുവ തന്നെയാണ് ഇതെന്ന് വ്യക്തമായത്. അതുകൊണ്ട് തന്നെ മറ്റൊരു കടുവയാണ് ചത്തതെന്ന ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു. നിരവധി കടുവകളുണ്ട്, അതിൽ മറ്റൊരു കടുവ ചത്തതാണോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു. അതല്ല എന്നും ഈ നരഭോജി കടുവ തന്നെയാണ് ചത്തതെന്നും അവർ വനംവകുപ്പ് കൃത്യമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നേരത്തെ അച്ചപ്പൻ ചേട്ടൻ, കൊല്ലപ്പെട്ട രാധേച്ചിയുടെ ഭർത്താവ് അച്ചപ്പൻ ചേട്ടൻ പറഞ്ഞത് ഈ മനുഷ്യരെ ആക്രമിച്ച കടുവ വീണ്ടും അത് മറ്റ് വളർത്തുമൃഗങ്ങളെ ആക്രമിക്കില്ല, വീണ്ടും മനുഷ്യനെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തും. അതുകൊണ്ട് കടുവയെ വെടിവെച്ചു വന്നത് വളരെ കൃത്യമായ കാര്യമാണ്. നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലേണ്ടത് തന്നെയാണ്. അതിൽ വലിയ ആഹ്ലാദമുണ്ട്, ആശ്വാസമുണ്ട്. അതുപോലെ തന്നെ പക്ഷേ വനാതിർത്തികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ജാഗ്രത കൂടി നമ്മൾ പുലർത്തണമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പ്രിയദർശിനി, പിലാക്കാവ്, പഞ്ചാരക്കൊല്ലി ഭാഗത്തുള്ള നാട്ടുകാർക്ക് ഇത് വലിയ ആശ്വാസ ദിനമാണ്. ദിവസങ്ങളായി അവരുടെ ഉപജീവനം പോലും നിശ്ചലമായ ഒരവസ്ഥയുണ്ടായിരുന്നു. അതിനൊക്കെ ഇന്നത്തെ ഈ കടുവ ചത്തു എന്ന വിവരം പുറത്തു വന്നതോടെ വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. എന്തായാലും ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ബത്തേരിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ വളരെ കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതിലേക്ക് പോകേണ്ട കൂടി സമയമാണ്. രതീഷ്, കുപ്പാടിയിൽ നിന്ന് ആഷിഖ് റഹ്മാനുണ്ട്. ആഷിഖ്, ഇനിയിപ്പോ അറിയേണ്ടത്, അതായത് മനുഷ്യരുടെ സ്വൈരം കടത്തിയ കടുവ ചത്തു, ഇനിയിപ്പോ മരണ കാരണമാണ് ഈ അരുൺ സക്രിയുടെ, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട് ഈ കടുവയ്ക്ക്. അപ്പോൾ എന്താണ് മരണ കാരണമെന്നറിയണം. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് എപ്പോഴാകും തുടക്കമാവുക?
സേതുലക്ഷ്മി പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ സുൽത്താൻ ബത്തേരിയോട് സമീപമുള്ള പുക്കാട് വനംവകുപ്പിന്റെ ഓഫീസിലാണ് ഇവിടെ വെറ്റിനറി സർജന്റെ ഒക്കെ കാര്യാലയമാണ്. അടുത്തിടെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇവിടേക്കാണ് ഇവിടെ ഈ കടുവയുടെ ബോഡി കൊണ്ടുവന്നിട്ടുള്ളത്. അത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും തോന്നുന്നു. ഇതിന് എനിക്ക് പിന്നിലായി കാണുന്ന ഈ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറുടെ ഒരു കാര്യാലയമുണ്ട്. അതിന് സമീപത്തായി നിൽക്കുന്ന ഒരു ഷെഡിലാണ് ഇതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ഏകദേശം ഒരു 9:45 കൂടി ഈ കടുവയെ ഇവിടേക്ക് എത്തിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്നതിനാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കടുവയുടെ ഈ കടുവ ചത്തവുമായി ബന്ധപ്പെട്ട് പലവിധ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് അതിന് ഒരു വലിയ ആഴത്തിലുള്ള മുറിവുണ്ടെന്ന് സേതുലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ അത് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാക്കണം. കാരണം ഇന്നലെ അടക്കം RRT സംഘത്തെ ഇത് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഈ RRT സംഘം തന്നെ അതിനെതിരെ വെടിയുതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ പക്ഷേ ആ വെടിയുതിർത്തത് കടുവ കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ കടുവയുടെ ഈ ശരീരത്തിലാണെങ്കിൽ വലിയ പാടുകളുണ്ട്. അപ്പോൾ ആ പാടുകൾ അല്ലെങ്കിൽ ആ മുറിവുകൾ എങ്ങനെ വന്നു എന്ന് കണ്ടെത്തേണ്ടത് പ്രധാനമാണ്. അത് മറ്റ് കടുവയുമായിട്ടുള്ള ഒരു സംഘർഷത്തിലാണെന്നാണ് ഒരു സൂചനയെന്നാണ് ഇപ്പോൾ അരുൺ സഖറി അടക്കം സൂചിപ്പിച്ചത്. വലിയൊരു ആഴത്തിലുള്ള 2 മുറിവുകളുണ്ട്. അത് മറ്റ് മൃഗങ്ങളുമായിട്ടുള്ള ഒരു സംഘർഷത്തിൽ വന്നതാണെന്നാണ് പറയുന്ന സമയത്ത് പോലും അതിൽ വ്യക്തത വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികളുള്ള ഒരു വ്യക്തമായൊരു റിപ്പോർട്ട് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് അല്പസമയത്തുള്ളിൽ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കടുവയാണ് നമുക്കറിയുന്ന പോലെ ഒരു സംരക്ഷിത ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് കടുവ. വലിയ രീതിയിൽ കടുവ രാജ്യത്തടക്കം എണ്ണം കുറയുന്നു എന്നുള്ള വലിയൊരു കണക്കുകൾക്കിടെയാണ് ഈ കടുവകൾ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കടുവകളുടെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതുപോലെ തന്നെ കടുവയും സംരക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഒരു കടുവ കൊല്ലപ്പെടുന്ന സമയത്ത് അത് ഏത് തരത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള ഒരു കൃത്യമായ കണക്കും ഒരുപക്ഷെ സർക്കാരുകൾക്ക് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഈ കടുവയുടെ വലിയ ആഴത്തിലുള്ള മുറിവ് വന്നു എന്ന് പറയുന്ന സമയത്ത് പോലും അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് പ്രധാനമാണ്. ഇന്നലെ അരുൺ സഖറി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രാത്രി 12:30 മുതൽ രാവിലെ ഒരു പുലർച്ചെ 2:30 വരെ അവരുടെ ഒരു നിരീക്ഷണത്തിൽ തന്നെ കടുവ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഈ പഞ്ചാരക്കൊല്ലിയിലെ ഒരു സ്ഥലത്ത് ഒരു വീടിനോട് വളരെ അടുത്തൊരു 30 മീറ്റർ മാത്രം അകലത്തിലാണ് ഈ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിൽ അതിൽ തന്നെ ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് 2:30 വരെ അവരുടെ മുന്നിൽ നിന്ന ഒരു കടുവ പെട്ടെന്ന് ചത്ത് നിലയിൽ കണ്ടെത്തുന്നപ്പോൾ എങ്ങനെയാണ് ഇത് ചത്തെന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ഈ വലിയ ആഴത്തുള്ള മുറിവുകൾ മുൻപേ സംഭവിച്ചതാണെന്നും ഈ അരുൺ സഖറി പറയുന്നുണ്ട്. ഈ അടുത്തിടെയും ചില മുറിവുകൾ വന്നതായും പറയുന്നുണ്ട്. അങ്ങനെ വലിയൊരു അനിശ്ചിതത്വം കടുവയുടെ കാര്യത്തിലുണ്ട്. അപ്പോൾ ഏത് തരത്തിലാണ് ഇതിന് ഇത്തരത്തിൽ ആക്രമണം നേരിട്ടത്? മുൻപേ ഈ വലിയ പരിക്ക് മുൻപേ ഉള്ളതാണോ അതോ ഈ അടുത്ത് വീണ്ടും ഒരു കടുവ ആക്രമിച്ചിട്ടുണ്ടോ? അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 കടുവകൾ തമ്മിൽ സംഘടന നടങ്ങുകയാണെങ്കിൽ കാട്ടിനുള്ളിൽ വെച്ചാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഒരു കടുവ ഉണ്ടോ എന്നുള്ള പലവിധ വിഷയങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിനൊരു ഈ ഇത്തരത്തിൽ ആക്രമണം സംഭവിച്ചത്? ഈ ആഴത്തിലുള്ള മുറിവ് എത്രത്തോളം ഉണ്ട്? അത് കടുവയുടെ തന്നെ മുറിവാണോ ഇല്ലെങ്കിൽ അതെങ്കിൽ ഇന്നലെ സംഭവിച്ച പോലെ ഏതെങ്കിലും ഈ വെടിവെച്ചുമായി ബന്ധപ്പെട്ടാണോ എന്നെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഈ അരുൺ സഖറി പറഞ്ഞത് തങ്ങൾ ഈ രാത്രി ഇന്നലെ പരിശോധന നടത്തുന്ന സമയത്തൊന്നും ഏതെങ്കിലും ഇതിലൊരു ഓപ്പറേഷൻ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ അതിന് വെടിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. രാത്രി ഒരിക്കലും ഈ വനംവകുപ്പ് ഒരു ഓപ്പറേഷൻ മുഖേന ഒരു വെടിവെക്കുന്ന പോലുള്ള ഒരു നടപടികളും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ വെടിവെച്ചിട്ടില്ല എന്ന് അരുൺ സഖറിയുടെ അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കടുവയുടെ ശരീരത്തിലുള്ള ആഴത്തുള്ള മുറിവ് വന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഏകദേശം പറഞ്ഞതുപോലെ മറ്റൊരു കാര്യം, ഈ മറ്റേതെങ്കിലും ഒരു കടുവയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ് ആഴത്തിലുള്ള മുറിവ് ഈ കടുവയ്ക്ക് ഏറ്റതെങ്കിൽ അത് കാട്ടിൽ വെച്ചല്ല ഉൾക്കാട്ടിൽ വെച്ചിട്ടല്ല എങ്കിൽ വീണ്ടും ജനവാസ മേഖല ഒരു കടുവയുടെ സാന്നിധ്യമുണ്ടോ എന്നതടക്കമുള്ള നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കടുവയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാവുകയും ചെയ്യും. എങ്ങനെയാണെങ്കിലും പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾക്ക് ഇനി സമാധാനമായിട്ട് ഉറങ്ങാം, സമാധാനമായിട്ട് പുറത്തിറങ്ങാം. അവിടെ നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ച് കൊണ്ട് വനം വകുപ്പ് ഇന്ന് വലിയ ദൗത്യങ്ങളിലേക്ക് കടക്കാനിരിക്കെയാണ് നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവനും ആഷിഖ് റഹ്മാനും.